LPG വില വർധനവിൽ പാലക്കാട് ഹോട്ടൽ ഉടമകളുടെ പ്രതിഷേധം. ഗ്യാസ് സിലിണ്ടർ സ്ട്രക്ചറിൽ കിടത്തിയാണ് പ്രതിഷേധം. ഷാരിഖ് നവാസ വാർത്തയുടെ വിവരങ്ങൾ ചെയ്യുന്നു. ഷാരിഖ്, അവിടുത്തെ LDF സ്ഥാനാർത്ഥി മുന്നിൽ തന്നെ ഉണ്ട് എന്ന് തോന്നുന്നു സമരത്തിന്റെ മുന്നിൽ. അവിടെ ഈ പാലക്കാട് മാത്രമല്ല കേരളത്തിലെമ്പാടും ഹോട്ടൽ നേരിടുന്നത് ഗുരുതരമായ പ്രതിസന്ധിയാണ്. അടച്ചുപൂട്ടൽ ഭീഷണിയിലേക്ക് പോലും പോകുന്ന സാഹചര്യമുണ്ട്. പാലക്കാട് പ്രതിഷേധങ്ങൾക്ക് തുടക്കമിടുന്നു എന്ന് കരുതാമോ ഷാരിഖ്? അശ്മി, തീർച്ചയായും പാചകവാതക വിലവർദ്ധനവിനെതിരെയാണ് ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ പാലക്കാട് മേഖലാ കമ്മിറ്റി പാലക്കാട് ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ പ്രതിഷേധിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവർ ഈ ഗ്യാസ് സിലിണ്ടറുകൾ സ്ട്രക്ചറിൽ കിടത്തിക്കൊണ്ടാണ് ഈ അഞ്ചുവിളക്കിൽ നിന്നും പാലക്കാട് ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് സമരവുമായി എത്തിയത്. മിക്ക ഹോട്ടലുകളും, ചെറുകിട ഹോട്ടലുകൾ അടച്ചുപൂട്ടേണ്ട ഒരു അവസ്ഥയിലാണ് ഉള്ളത്. കാരണം പാചക വിതക താങ്ങാനുള്ള ഒരു അവസ്ഥയിലല്ല. ഇപ്പൊ നമുക്കൊപ്പം ഈ അസോസിയേഷന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി NMR റസാഖ് ചേരുന്നുണ്ട്. എന്താണ് പെട്ടെന്നുള്ള ഒരു സമരത്തിലേക്ക് ഇത്തരത്തിൽ കാരണം? എന്തൊക്കെ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരം? പെട്ടെന്നുള്ള സമരമില്ല. ഇന്നലെ മുതൽ കേന്ദ്ര സർക്കാർ ഓയിൽ കമ്പനികളെ വെച്ച് 1000 രൂപയോളം വില കൂട്ടിയിരിക്കുകയാണ്. 1000 രൂപ കൂട്ടുക എന്ന് പറഞ്ഞാൽ ഈ ഹോട്ടൽ മേഖലയിലുള്ള 1180 രൂപയാണ് കൊടുക്കേണ്ടി വരിക. 18% GST അടക്കം 1180 രൂപ കൊടുക്കേണ്ടുന്ന അവസ്ഥയാണ്. വലിയ പ്രതിസന്ധിയാണ് ഞങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ഈ മേഖല ഓരോ ഘട്ടങ്ങളിൽ ഓരോ പ്രതിസന്ധി. ഇപ്പം തന്നെ മിൽമയുടെ പാല് വില കൂട്ടെന്ന് പറയണം. ഇത് ഗ്യാസിൻ്റെ ദൗർബല്യം ഉണ്ടായിരുന്നു. ഗ്യാസ് കിട്ടാതെ കടകളടച്ചു. സ്റ്റാഫിൻ്റെ ക്ഷാമം കൊണ്ട് കടയടച്ചു. ഇപ്പോൾ ഇടുത്തി പോലെ, കൂരിന്മേൽ കുരു പോലെ ഇപ്പോൾ ഇത് കയറ്റിയിരിക്കുകയാണ്. ഈ കാണുന്ന റീത്ത് വെച്ചിരിക്കുന്നത് ഹോട്ടൽ മേഖലയുടെ മേലെയുള്ള റീത്താണ്. ഇത് പ്രതീകാത്മകമായി ഗ്യാസിന് മേലെ റീത്ത് വെച്ചിരിക്കുക. ഹോട്ടൽ മേഖലയുടെ മേലെ ഓരോ സ്ഥാപനത്തിന് മേലെ റീത്ത് വെച്ചിരിക്കുകയാണ്. ഞങ്ങൾ എന്താ ചെയ്യാന്നുള്ളത് ഞങ്ങൾക്ക് വലിയ അറിയുന്നില്ല. ചെറുകിട ഹോട്ടലുകൾക്ക് മിക്ക ഹോട്ടലുകളും അടച്ചുപൂട്ടിയിരിക്കുകയാണ് കുറേ നാളുകളായി. അപ്പോൾ അതൊക്കെ തുറക്കാനുള്ള ഒരു സാഹചര്യം ഇപ്പോൾ നിലവിലില്ല. സാധ്യത വിദൂരമാണ്. എവിടെ നിന്നാണ് നമ്മൾ എത്ര വില കൂട്ടും? നമ്മളുടെ ഭക്ഷണ സാധനങ്ങൾക്ക് വില കൂട്ടുന്നതിനൊരു പരിധിയില്ലേ? ഒരു പരിധിക്കപ്പുറം വില കൂട്ടിക്കൊണ്ട് നമ്മൾ എവിടേക്കാണ് കൊണ്ടുപോകുന്നത്? ഈ വാങ്ങൽ ശേഷി വേണ്ട ജനങ്ങൾക്ക് വാങ്ങാൻ കഴിവില്ലെങ്കിൽ നമ്മൾ എങ്ങനെയാണ് വില കൂട്ടിക്കൊണ്ടു പോവുക? നമ്മൾ വലിയൊരു പ്രതിസന്ധിയാണ് നേരിട്ടുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. ഈ സമരം തുടക്കം മാത്രമാണ്. കാരണം പാലക്കാടിലെ ഇത്രയും ഡിഗ്രി ഈ ചൂട്ടത്ത് ഞങ്ങൾ ഹോട്ടലുകാർ, നമുക്കറിയാലോ ഹോട്ടലുകാർ എന്താണെന്നുള്ളത്. ഞങ്ങൾ കടകളിൽ നിന്ന് സ്വസ്ഥമായി കച്ചവടം ചെയ്യുന്ന ആൾക്കാർ തെരുവിലിറങ്ങി സമരം ചെയ്യേണ്ടതിൻ്റെ അവസ്ഥ എന്ന് വെച്ചാൽ ഞങ്ങളുടെ ഉള്ളിലാണ് തീയ്. ഗ്യാസിന്റെ തീയല്ല, മനസ്സിനകത്ത് തീയാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ ഈ ഹോട്ടൽ അടുക്കളയിൽ തീയില്ല, മനസ്സിലാണ് തീ എന്ന് NMR റസാഖ് പറയുകയാണ്. അവിടെ ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.